എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സിനിമ എന്ന ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ 2 എന്ന കമലഹാസൻ്റെ സിനിമ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ ബുക്കിംഗ് തുടങ്ങുകയാണ്. ഒരു കാലഘട്ടത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച സേനാപതിയുടെ മർമ്മകല വീണ്ടും അഭ്രകാളിയിൽ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമുള്ളൂ. അതായത് അഴിമതിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ കഥ പറഞ്ഞ ശങ്കർ കമലഹാസൻ ചിത്രം ഇന്ത്യൻ അത് പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ട് ഏകദേശം 28 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗം പുതിയ കാലഘട്ടത്തിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യകളോട് പിൻബലത്തോടെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ജൂലൈ 12-ാം തീയതിയാണ് റിലീസിന് ഒരുങ്ങിയിരിക്കുന്നത്. എതിരാളികളെ നിഷ്ഫലമാക്കാൻ ആയുധങ്ങൾ എന്തിന്? ചൂണ്ടുവിരലും നടുവിരലും പിണച്ചു വെച്ച് മറിഞ്ഞൊരു കുത്ത്, അത്രമാത്രം. 28 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട തിയേറ്ററുകളെ ത്രസിപ്പിച്ച സ്വാതന്ത്ര്യ സമരനായകൻ സേനാപതി. ഈ ചിത്രം ഏകദേശം 200 കോടി രൂപ മുതൽ മുടക്കിലാണ് കമലഹാസനെ നായകനാക്കിയിട്ട് ശങ്കർ ഈ ചിത്രം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 12 കോടി രൂപയായിരുന്നു ആദ്യ ഭാഗത്തിൻ്റെ നിർമ്മാണ ചെലവ്. രണ്ടാം ഭാഗത്തിലും സേനാപതിയായി പ്രേക്ഷകരെ കമലഹാസൻ വിസ്മയിപ്പിക്കുമെന്നാണ് നമുക്ക് ട്രെയിലറുകൾ നോക്കിയപ്പോൾ കാണാനായിട്ട് സാധിച്ചത്. ഏകദേശം 5 ഭാഷകളിലാണ് ഈ ചിത്രം റിലീസിനെത്തുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ്, റെഡ് ജയൻറ്റ് മൂവീസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ കാജൽ അഗർവാൾ അഭിനയിച്ചിട്ടുണ്ട്, സിദ്ധാർത്ഥ് ഉണ്ട്, SJ സൂര്യ ഉണ്ട്, വിവേക് സാക്കിർ ഹുസൈനുണ്ട്. അങ്ങനെ ഒരുവിധ സമുദ്രക്കനി, അങ്ങനെ ഒരുവിധ അഭിനേതാക്കളും അഭിനയിച്ചിട്ടുണ്ട്. ശ്രീ ഗോകുലം മൂവീസാണ് സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് അതായത് 10-ാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. പക്ഷേ ഇതിൽ ഇന്ത്യൻ 1-നെ അപേക്ഷിച്ച് AR റഹ്മാൻ അല്ല സംവിധായകൻ, മറ്റൊരാളാണ്. ഇതിൽ മ്യൂസിക് ഡയറക്ടർ AR റഹ്മാൻ അല്ല, മറ്റൊരാളാണ്. ഇന്ത്യൻ 1-ലിടങ്ങിയ മ്യൂസിക് ഡയറക്ടർ AR റഹ്മാനായിരുന്നു. സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു അതിലത്തെ. അപ്പോൾ നമുക്ക് നാളെ വൈകിട്ടോടുകൂടിയാണ് അതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് 10-ാം തീയതി ആണ് ബുക്കിംഗ് തുടങ്ങുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒട്ടുമിക്ക സൈറ്റുകൾ, ബുക്കിംഗ് പ്ലാറ്റ്ഫോം സൈറ്റുകളിൽ ടിക്കറ്റുകൾ ലഭ്യമാകുന്നതാണ് അറിയാവുന്നത്. അതായത് ബുക്ക് മൈ ഷോ, Paytm, ക്യാച്ച് മൈ സീറ്റ്, ടിക്കറ്റിനു തുടങ്ങിയ സൈറ്റുകളിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേറ്റ്.